ടാങ്കിന്റെ അവസ്ഥ നോക്കിയ വെള്ളം ഇത് കണ്ടിട്ടാ ഇവിടെ തന്നെ ലെവലെ വെള്ളത്തിന്റെ അവസ്ഥ ഉണ്ടായി കാണുന്നത്. കാരണം പൈപ്പുകളിലും ഭയങ്കര പ്രശ്നമായിരിക്കട്ടെ അതിന്റെ ഉള്ളില്. ഇങ്ങനത്തെ വെള്ളം ബാക്ക് വാഷിംഗ് കൂടി നടക്കാണ്ടാവുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. ആ മീഡിയ ഒക്കെ പെട്ടെന്ന് ഇത്രയും നാൾ നിന്ന് തന്നെ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം കഴുകാൻ പറ്റാത്ത ടാങ്ക് ആണെങ്കിൽ ഈ ടാങ്കിലേക്ക് വരുന്ന വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് അടിക്കാൻ ശ്രമിക്കണം പരമാവധി. കാരണം ഇങ്ങനത്തെ ഒരാൾ കയറി കഴുകാന്ന് പറഞ്ഞാല് പെട്ടെന്ന് നടക്കണ കേസല്ല. അങ്ങനെയാണെങ്കിലോ ടാങ്കിന് ലൈഫ് ഉണ്ടാവുള്ളൂ, ടാങ്കില് ഈ കറകള് അധികം പിടിക്കാണ്ടിരിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തേക്കണത് അടിയിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത വെള്ളം മുകളിലേക്ക് കയറ്റുന്ന സംവിധാനമാണ് ഇപ്പൊ ചെയ്തേക്കണത്. ഇനി ഫിൽട്ടർ ചെയ്ത വെള്ളം നേരെ അടിയിലേക്ക് പോയിട്ട് ഇനി 2 വെസൽ വെച്ചിട്ടുണ്ടല്ലോ, ആ 2 വെസലില് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കും. അപ്പൊ ഏകദേശം വെള്ളം ക്ലിയർ ആയി കിട്ടും. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ കൂടി കൊണ്ടുവരാനേ കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ. അതന്നെ പൈപ്പ് 1.5 കൊടുത്തന്നെ സൂപ്പറായിട്ട് വരും. പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോകളൊക്കെ കുറച്ച് നാളായി നമ്മ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട്. കാരണം നമ്മ വീഡിയോ ഇടാന്ന് ഉദ്ദേശിച്ച സമയത്തിന് നമ്മളെ വയനാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് നമ്മ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ കഴിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യാം. പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് ഒരു 90% ഇപ്പൊ യൂട്യൂബിൽ നിന്നുള്ള വീഡിയോ കണ്ടിട്ടുണ്ട് നമുക്ക് വർക്കുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പം എല്ലാ കസ്റ്റമേഴ്സിനും നമ്മ നന്ദി അറിയിക്കുന്നു. ഒരുപാട് ആൾക്കാർ അവരുടെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ വിളിച്ചും ചോദിക്കുന്നുണ്ട്, വർക്കുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരോടും അകവഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മ ഒരുപാട് വർക്കുകൾക്ക് നമ്മ അകലങ്ങളിലൊക്കെ പോയെങ്കിൽ എല്ലാ വർക്കും നമ്മ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ വർക്കുകൾക്കൊക്കെ ഏകദേശം ഒരേ സ്വഭാവമായതിനാലാണ് ആ വർക്കുകളെ വീഡിയോകളൊന്നും ഇടാഞ്ഞത്. അപ്പോൾ ഇവിടെ 2 ഫിൽറ്റർ മുമ്പ് വെച്ചിട്ടുണ്ടായി വേറൊരു ടീം. അപ്പോൾ ആ ഫിൽറ്ററിന്റെ മീഡിയ ഒക്കെ കംപ്ലൈന്റ് ആയിട്ട് ഇപ്പൊ ഫിൽറ്ററിങ് ശരിയായ രീതിയിൽ നടക്കണില്ല. അപ്പൊ അതൊക്കെ റീഫില്ലിങ് ചെയ്യണ എങ്ങനെയാണെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോണത്. അതേപോലെ തന്നെ നമ്മൾ ഒരു പുതിയ ഒരു ഫിൽറ്റർ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയും കൂടി വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കണം. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നമ്മളെല്ലാം മുഴുവൻ വീഡിയോ കാണാം, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, പിന്നെ ആവശ്യപ്പെടുന്നുണ്ട്, റേറ്റുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും റേറ്റുകളൊക്കെ വ്യത്യാസമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് നമ്പർ നമ്മ ഇതിൽ വെക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമ്മളെ പറയാം, വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ പറയാം. അതിനനുസരിച്ച് നമ്മൾ മീഡിയം എന്തോരം ചേർക്കണം, അതിനനുസരിച്ച് നമുക്ക് റേറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമ്മ അതിനുള്ള മറുപടി പറഞ്ഞു തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലൊക്കെ ഒന്ന് പോവാം. ഇത് നമ്മളേന്ന് മെറ്റീരിയൽ മേടിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, സ്വയം സെറ്റ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് ഈ പ്ലംബിങ്ങും വയറിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്നവരായിരിക്കും. പക്ഷെ ഇതൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത് ചെയ്യണത്. അപ്പൊ ഇതിലിടേണ്ട മീഡിയവും കാര്യങ്ങളും അതിന്റെ അളവൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇത് എത്ര പറഞ്ഞാലും ചിലവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് പറയണത്. ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാം, പക്ഷെ അതിന്റെ ഫുള്ള് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് മാത്രമായിരിക്കും. സർവീസ് വാറണ്ടി ഒന്നും കിട്ടൂല. പുറത്തുള്ള ഒരാൾ വന്ന് ഇതിന്റെ കമ്പനിക്കാർ ചെയ്യുമ്പോൾ ഇതിന്റെ സർവീസ് വാറണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ സെറ്റിങ് ചെയ്തിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾ മാത്രമായിരിക്കുള്ളൂ ഉത്തരവാദി. അതെന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോയിട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ഇത് ചെയ്യുമ്പോൾ അതിൻ്റെതായ നല്ല രീതിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ഓക്കെ, ബാക്കിയൊക്കെ നമ്മ മീഡിയം മേടിച്ചിട്ട് പോകുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അറിയുന്നവർ തന്നെയാണ്. അവർ 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇത് കൊണ്ടുപോകണത്. അല്ലാതെ പുതിയതായിട്ട് അവരെ വീട്ടിലേക്ക് മാത്രം മേടിച്ച് കൊണ്ടുപോയി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയണമെന്നില്ല. അപ്പൊ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പല വീഡിയോകളിലും നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫൈനൽ ഔട്ട് നിങ്ങൾക്ക് കിട്ടണത് മോശം റിസൾട്ട് ആണെങ്കിൽ പിന്നെ അത്രയും പൈസ ചെലവാക്കിയത് പോയില്ലേ. അപ്പൊ നമ്മ ഇവിടെ വെക്കാൻ പോണ വെസല് 1354 ഉണ്ടാ. ഇത് ടാറ്റ സ്റ്റീലിന്റെ 1354 വെസലിന് ആണ് നമ്മ ഇപ്പൊ ഇവിടെ സെറ്റ് ചെയ്യാൻ പോണത്. വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു 60-70 മീറ്ററോളം അകലുണ്ട് കേട്ടോ. അപ്പൊ നമ്മ ഈ വെസല് ഇവിടെ വെച്ചിട്ട് ഇതിന്റെ മുകളിലാണ് നേരെ ടാങ്ക് ഇരിക്കുന്നത്. 1000 ലിറ്ററിന്റെ 2 ടാങ്ക് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് വെള്ളമടിച്ച് കയറ്റിയിട്ട് അതിന്റെ ഗ്രാവിറ്റിയിലാണ് നമ്മ ഈ വെസലിലൂടെ ഫിൽറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫിൽറ്റർ ചെയ്യുന്ന വെള്ളം 60 മീറ്ററോളം അകലം പോയി അവിടെ ഒരു 2000ന്റെ ടാങ്ക് ഇരിക്കുന്നുണ്ട്.
അതിൽ സ്റ്റോറാവും. അവിടെ നിന്ന് ഒരു മോട്ടോർ വെച്ചിങ്ങായിട്ടും വീടിന്റെ മുകളിലേക്ക് വെള്ളം അടിച്ചു കയറ്റും. ആ വെള്ളം ഗ്രാവിറ്റിയിൽ നമ്മ 2 സിലിണ്ടർ അവിടെ മുമ്പത്തെ ഇരിക്കുന്നുണ്ട്, അത് റീഫില്ലിങ് ചെയ്തിട്ട് ആ സിലിണ്ടറിലൂടെ ഫിൽറ്റർ ചെയ്തിട്ട് വീട്ടില് എല്ലാ പൈപ്പുകളിലേക്കും വെള്ളം പോകട്ടാ. അപ്പൊ ആ ഒരു മെത്തേഡിലാണ് ഇപ്പൊ നമ്മ ഇവിടെ ഫിൽറ്ററിങ് നടത്താൻ പോണത്. അപ്പൊ നമ്മളേന്ന് ഈ മെറ്റീരിയൽ മാത്രം മേടിച്ചിട്ടുണ്ടോ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഈ ഡിസ്ക് ഫിൽറ്റർ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെറിയൊരു ലൂസ് ഇതിന് വേണം. വെള്ളം അധികമായിട്ട് അങ്ങോട്ട് കയറി പോകൂല. പിന്നെ ഒരു ടാപ്പ് തുറക്കുമ്പോ മറ്റേ ടാപ്പിൽ വെള്ളം വരാത്ത അവസ്ഥക്ക് ഉണ്ടാവും. അപ്പൊ ഇത് ഇടുമ്പോ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, നമ്മ എല്ലാം ഫില്ല് ചെയ്യണമൊന്നും കാണിക്കണില്ല, ചെറിയ ചെറിയ പോയിന്റുകൾ മാത്രം കാണിക്കണുള്ളൂ കേട്ടാ. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഈ ഫിൽറ്ററിന്റെ ഉൾവശത്ത് ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാവും. ആ കുഴിയിൽ കറക്റ്റ് ആയിട്ട് വീണ രീതിയിലായിരിക്കണം നിങ്ങൾ ഈ ഡിസ്ക് വെക്കേണ്ടത്. വെസൽ ഇത്രയും വരുള്ളൂ, അപ്പൊ വെസൽ ഇത്രയും ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് വന്ന് അളവെടുക്കണ്ട, ഇത്രയും 1 ഇഞ്ച് ഉണ്ട്. അപ്പൊ 1 ഇഞ്ചിൽ ഒരു അല്പം താഴെ ഉണ്ടാവും, ഒരു 2 മില്ലിക്ക് താഴെ നമ്മൾ എന്ത് ചെയ്യാ, മുറിച്ചാൽ മതി കേട്ടാ. അപ്പൊ നമ്മൾ ഇടുന്നത് ഉണ്ടാ അരിഞ്ച് സൈലക്സ് എന്താ നമ്മൾ ഇടുന്നത്, അരിഞ്ചിന്റെ സൈലക്സിന് ഇപ്പൊ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മ രണ്ടാമത് ഇടുന്ന സൈലക്സ് ഉണ്ടാ, 1/4 ഇഞ്ചിന്റെ സൈലക്സിന് രണ്ടാമത് ഇടുന്നത് കേട്ടോ. അപ്പൊ അടുത്തത് നടക്കണത് കോർ സാൻഡ് ഉണ്ടാ. ഇത് കഴിഞ്ഞിട്ട് നമ്മ ഫൈൻ സാൻഡ് ഇറക്കുക. പിന്നെ അതേപോലെ തന്നെ കാറ്റലോഗ്സ്, ആക്ടിവേറ്റഡ് കാർബൺ. അപ്പൊ ഇതെന്തോരം നടക്കണം എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കാനട്ടാ. അതിന്റെ അളവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വെള്ളത്തിന്റെ പ്രശ്നത്തിനനുസരിച്ചാണ്. വെള്ളത്തിന് അയൺ കണ്ടന്റ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് റിമൂവ് ചെയ്യാനായിട്ട് ഉള്ള കാറ്റലോഗ്സിന്റെ അളവ് നമ്മ കൂട്ടണം. കാറ്റലോഗ്സിന്റെ അളവ് നമ്മ കൂട്ടുമ്പോൾ സൈലക്സിന്റെ അതേപോലെ തന്നെ കോർസാനിന്റെയും എല്ലാത്തിന്റെ അളവ് ഒരു പരിധി വരെ നമ്മ കുറച്ചിട്ട് നമ്മ കാറ്റലോഗ്സും സാധനങ്ങളും കൂടുതൽ കയറ്റണം, എന്നാലോ അയൺ റിമൂവ് ആയി പോവുള്ളൂ. ഈ അയൺ കണ്ടന്റിന്റെ പ്രശ്നമാണോ ടർബിഡിറ്റിയുടെ പ്രശ്നമെന്നൊക്കെ നമ്മ ആദ്യം മനസ്സിലാക്കണം. വെള്ളത്തിന്റെ അതിനനുസരിച്ചായിരിക്കണം നമ്മ ഇതിന്റെ അളവ് ചേർക്കണം. അപ്പൊ എല്ലാവരും വിചാരിച്ചേക്കണം എല്ലായിടത്തും ഒരേ പ്രോസസ്സിങ്ങിൽ ആണ് ഇത് ചെയ്യണമെന്ന്. അങ്ങനെയല്ല, വെള്ളത്തിന്റെ പ്രശ്നവും അയൺ കണ്ടന്റിന്റെ കൂടുതൽ, ടർബിഡിറ്റി കൂടുതൽ, ഇതിന്റെ ഒക്കെ അളവിന്റെ അനുസരിച്ചാണ് നമ്മ ഇത് ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഇതിന് ഫൈൻ സാൻഡ് കേട്ടാ. തന്നെ നടക്കോ, ഞാൻ അവിടെ കട്ട് ചെയ്യട്ടെ. വാടാ റാഷിയ, അവിടെ കട്ട് ചെയ്യുന്നെടുക്ക. ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നം കണ്ടില്ലേ, ഇതൊക്കെ ഇതേപോലെ നല്ലോണം അഴുക്കുള്ള വെള്ളം ഉണ്ട്. ഇതിപ്പോ വെള്ളം ഒലിച്ചു വന്നിട്ടുള്ളതിന്റെ പ്രശ്നങ്ങൾ ഈ കാണിക്കണത്. അപ്പൊ ഇത് ഗ്രാവിറ്റിയിൽ വരുന്ന ഭാഗം ഇതാണ്, മോളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്ന ഭാഗം ഇതാണ്. അപ്പൊ ഇവിടെ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് കണക്ഷൻ കൊണ്ടുപോവാൻ. ഓക്കെ, ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ അടുത്ത് നമ്മളെ വിളിച്ചിട്ട് അകലങ്ങളിൽ നിന്ന് വിളിച്ച്. അപ്പൊ ഈ വയനാട് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ വിളിച്ചിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു, വെള്ളക്കെട്ടും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളായിരുന്നു. നമുക്ക് പോവാനും വരാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടാ. റോഡൊക്കെ മോശമായ കാരണം വളരെ ബുദ്ധിമുട്ടായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് പലയിടത്തും അവർ ചോദിച്ച് നമ്മളോട് ചെല്ലാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ നമ്മൾ ചോദിച്ചു. അപ്പൊ നമുക്ക് പറ്റാഞ്ഞതിന്റെ കാരണം നമ്മൾ റോഡൊക്കെ ബ്ലോക്ക് ആയതിന്റെ പേരിലുണ്ട് നമ്മ വരാഞ്ഞത്. ഇനി അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇപ്പൊ മഴയൊക്കെ മാറി അന്തരീക്ഷമൊക്കെ ശാന്തമാണ്, പിന്നെ റോഡൊക്കെ ക്ലിയർ ആയി. അപ്പോ ഇനി ആര് വിളിച്ചാലും നമുക്ക് വന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ധൈര്യപ്പെട്ട് ഇനി വിളിക്കുക. അപ്പൊ മലപ്പുറത്തു നിന്നൊക്കെ നമുക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് മലപ്പുറം ചെമ്മാട്, അതേപോലെ തന്നെ കോഴിക്കോട് ഫാറൂഖ്, അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അകലങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ചെല്ലാൻ പറ്റാഞ്ഞതിന്റെ കാരണം റോഡ് ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ അതിന്റെ പേരിലാണ് നമ്മ വരാഞ്ഞ കേട്ടാ. അപ്പൊ റോഡും കാര്യങ്ങളൊക്കെ പ്രശ്നമായപ്പോ പിന്നെ ആ സാഹചര്യത്തില് രണ്ടോടത്ത് ചെയ്യാന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിരുന്ന സ്ഥലത്തെ വെള്ളമൊക്കെ കയറി അവിടെ കിണറ്റിൽക്കൊക്കെ ചെളി വെള്ളമൊക്കെ ഇറങ്ങി. അപ്പൊ അതിന്റെ പേരിൽ അവിടെ ചെയ്യാൻ പറ്റാതെ വന്നു. അങ്ങനെ 2-3 അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി അതിനിടയിൽ എറണാകുളം ഭാഗത്തൊക്കെ പോയി ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിക്കുക. മാനേജർ ഉണ്ട്, ഞങ്ങളെ തട്ടുങ്ങ സ്കൂള് UP സ്കൂളിലെ മാനേജറാണ്.
അപ്പൊ പല വർക്കൊക്കെ നമ്മളാണ് ചെയ്യണത്. അപ്പൊ കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയാലും ഒക്കെ നമ്മളാണ് ചെയ്യണത്. അപ്പൊ ഈ ഒരു കെയർ ഓഫിലാണ് ഇപ്പൊ നമ്മ ഇവിടെ വന്നേക്കണത് കേട്ടാ. അപ്പൊ ഇവിടെ മാഷ് എത്ര നാളായി മറ്റേ വെച്ചിട്ട് നമ്മൾ അവിടെ റീഫിൽ ചെയ്യാൻ പോണത്? 1.5 വർഷമായിട്ടുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ അയൺ കണ്ടന്റിന്റെ പ്രശ്നം, പിന്നെ അത് വെച്ചോര പ്രശ്നമല്ല, കാരണം മാഷിക്ക് നേരമില്ല. ഇത് ബാക്ക് വാഷ് ചെയ്യാൻ നേരം ഉണ്ടായില്ല, ചില സമയത്തൊക്കെ വിട്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് അവിടെ അത് കംപ്ലൈന്റ് ആവാൻ സാധ്യത അല്ലേ. അപ്പൊ അങ്ങനെയാണ് ആയത്. അപ്പൊ വാൽവുകള് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക്. ബാക്ക് വാഷ് അവിടെ ഉള്ളില് പൈപ്പ് നമുക്ക് അതിലിട്ടാ പോരെ, അതിലെ അങ്ങനെ നേരെ വഴിയിലേക്ക് അങ്ങോട്ട് അപ്പുറത്തേക്കിടാ പുറത്തേക്കിടാ. ബാക്ക് വാഷിന്റെ അവിടെ കിട്ടുന്ന കാരണം എന്താണെന്നറിയോ മാഷിന്? അവിടെ നമ്മ ബാക്ക് വാഷ് ചെയ്യുമ്പോ ഇവിടെ ഒന്ന് നോക്കാൻ പറ്റില്ല. അവിടെ ബാക്ക് വാഷ് ചെയ്യുമ്പോ അവിടെ തന്നെ കാണാം, പുറത്തേക്ക് ഉള്ളിലിടൂല, ഉള്ളിൽ മോട്ടറാക്കി ഇരിക്കല്ലേ, നമുക്ക് അങ്ങോട്ട് നീട്ടിയിടാ പൈപ്പ് കേട്ടാ. അപ്പൊ നമ്മളെ പുതിയ സിലിണ്ടർ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതിന്റെ ഇന്നും ഔട്ടും 1 ഇഞ്ച് തന്നെയാണ് നമ്മൾ കൊടുത്തേക്കണത്. കണ്ടില്ലേ, ഇതിന്റെ ഗ്രാവിറ്റിന്ന് വരുന്ന പൈപ്പ് 1 ഇഞ്ച് തന്നെ ആയതുകൊണ്ട് കേട്ടോ നമ്മ 1 ഇഞ്ചിന്റെ ഇന്നും ഔട്ടും കൊടുത്തത്. ഇപ്പൊ ബാക്ക് വാഷിങ് നടന്നുകൊണ്ടിരിക്കണ്ട. അപ്പൊ നല്ല രീതിയിൽ നമ്മ ബാക്ക് വാഷ് ചെയ്ത് ഇതിന്റെ ഉള്ളിലെ കംപ്ലീറ്റ് പൊടിയും കാര്യങ്ങളും നമുക്ക് കളയണം. അപ്പൊ മീഡിയം നടശയില് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാ ഇതും കളഞ്ഞ് ക്ലിയർ ആക്കിയെടുക്കണം കേട്ടാ. ബാക്ക് വാഷ് ചെയ്തിട്ട് വെള്ളം നല്ല ക്ലിയർ ആയതിനു ശേഷം മാത്രമേ നമ്മ ഫിൽറ്ററിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ. ആ ടാങ്കിന്ന് വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് ഈ ടാങ്കിലേക്കാണ് വെള്ളം വരണത്. ഈ ടാങ്കിന്ന് ഇനി വെള്ളം മോട്ടോർ വഴി അടിച്ചിട്ട് മേലത്തെ ടാങ്കിലേക്ക് അടിച്ചു കയറ്റും. ആ ടാങ്കിന്ന് വരുന്ന വെള്ളം ഫിൽറ്റർ ചെയ്യാൻ ഈ 2 വെസൽസ് ഇവിടെ വെച്ചേക്കണം കേട്ടോ. ഇതിപ്പോ 1.5 കൊല്ലായി ഇവിടെ വെച്ചിട്ട് പറയണത്. അപ്പൊ ഈ വെസൽസിന്റെ 2ന്റെ മീഡിയം കംപ്ലൈന്റ് ആയി. അതിന്റെ മെയിൻ കാരണം ബാക്ക് വാഷിങ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് മെയിൻ ആയിട്ട് ഇത് ഈ മീഡിയത്തിന് കംപ്ലൈന്റ് വന്നത്. നല്ല വെള്ളം അല്ലാത്തടത്താണ് നമ്മ ഈ വെസൽസ് വെക്കാം. അപ്പൊ നിർബന്ധമായിട്ടും നമ്മ ആഴ്ചയിൽ 1 വട്ടമെങ്കിലും എന്ത് ചെയ്യണം, നമ്മ ഇതിന്റെ ബാക്ക് വാഷ് ചെയ്തിരിക്കണം. ബാക്ക് വാഷ് ചെയ്യാൻ ഇത് സമയം എടുക്കും തോറും ഇതിന്റെ ടർബിഡിറ്റി സാധനങ്ങളൊക്കെ ഇതുമ്മല് ഇതിന്റെ മീഡിയത്തുമ്മ പിടിച്ചിരിക്കും. പിന്നെ ഈ മീഡിയവും ഈ വെള്ളവും തമ്മിൽ റിയാക്ഷൻ നടക്കൂല. അപ്പോ ഇതിലുള്ള കെറ്റ്ലോക്സും ആക്ടിവേറ്റഡ് കാർബണും റിയാക്ഷൻ നടക്കാത്താവുമ്പോൾ ഈ ഫിൽറ്ററിങ് നടക്കൂല. അപ്പൊ നമ്മളെ നേരെ പൈപ്പുകളിലേക്കൊക്കെ മഞ്ഞ കളർ വെള്ളമായിരിക്കുള്ളൂ വരുന്നത്. നിർബന്ധമായിട്ടും ആഴ്ചയിൽ 1 പ്രാവശ്യം നമ്മ എന്തായാലും ബാക്ക് വാഷ് ചെയ്യണം. ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 3 മണി കഴിഞ്ഞ് 4 മണിയൊക്കെ ആവാറായി നമ്മ എത്തിയപ്പോൾ. അപ്പൊ സെറ്റ് ചെയ്ത് ഇപ്പൊ ഒരു 6 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് അഴിച്ച് ഇത് ക്ലീൻ ചെയ്ത് നമ്മ രണ്ടാമത് ഇനി സെറ്റ് ചെയ്ത് വരുമ്പോൾ 2-3 മണിക്കൂർ വേണം. അപ്പൊ അതുകൊണ്ട് നമ്മ ഇതിന്റെ വർക്ക് ബാക്കിയുള്ളത് നാളേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണം കേട്ടോ. അപ്പൊ നമ്മേ വാട്ടർ ഫിൽറ്റർ സെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ റീഫില്ലിങ്ങിനും വേണ്ടി വന്നതാണ്. ഇപ്പൊ ഇവിടെ മോട്ടർ അപ്പുറത്തിരിക്കായിരുന്നു, ആ മോട്ടർ ഇപ്പുറത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണ്ട. അപ്പൊ നമ്മളോടൊന്ന് കണക്ഷൻ കൊടുക്കാന്ന് ചോദിച്ചപ്പോ നമ്മ കണക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞു. അതിന്റെ ചെലവൊക്കെ മാഷി നമ്മ മേടിക്കും അല്ലെ മുത്തുവാ? അതിന്റെ മാഷ് പോയിന്നോണ്ടിട്ടാ. അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മ മേടിക്കണം, കാരണം നമ്മ വാട്ടർ ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ വന്നിട്ട് മോട്ടർ അടക്കം സെറ്റ് ചെയ്ത്. അപ്പൊ ഇവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ള പഴയ സിലിണ്ടർ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ വരുന്ന വെള്ളമാണ്. അപ്പൊ ഉള്ളിലേക്കും ഇതേപോലത്തെ മഞ്ഞ കളർ വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് റീഫില്ല് ചെയ്യണം. അപ്പൊ ഇപ്പൊ തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടിയത് കാരണം അടുത്ത ഭാഗം നമ്മ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.